ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1566. ഇന്ന് ഏപ്രിൽ മാസം 14-ാം തീയതി 105-ാമത്തെ ദിവസത്തിലെത്തി. അതെ, പുതുഞായറാഴ്ചയെ തുടർന്ന് ആദ്യത്തെ ഞായർ ദിനമാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മളിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു. എവിടെയെല്ലാം അവനെ കണ്ടെത്താൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ എവിടെയെല്ലാം അവൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന്. പലയിടങ്ങളിൽ ഇതിനോടകം നമ്മൾ അവനെ കണ്ടു കഴിഞ്ഞു. ഇനി ഒരിടം കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. തിബേരിയസ് കടൽ തീരത്താണ്. സംഭവിപ്പാനായിട്ട് ഒട്ടും അരുതാത്തൊരു കാര്യമാണ് അന്ന് സംഭവിച്ചത്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം, അവസാന അധ്യായം, അതിന്റെ ആദ്യ ഭാഗം. പത്രോസ് ഉൾപ്പെടെ ക്രിസ്തുയേശുവിന്റെ 7ഓളം ശിഷ്യന്മാര് വീണ്ടും മത്സ്യം പിടിക്കാൻ പോവുകയാണ്. പത്രോസും ഒപ്പം യാക്കോബും യോഹന്നാനും തോമാസ് ശ്ലീഹായും നഥാനിയേലും, പേര് പറയാത്ത രണ്ടുപേരും. മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് വേർതിരിച്ചവരാണ്. മത്സ്യം പിടിക്കുന്നവരിൽ നിന്ന് കണ്ടെടുത്തവരാണ്. എന്നിട്ടും അവർ വീണ്ടും ആ പഴയ പടകിലേക്കും വലയിലേക്കും പണിയിലേക്കും മടങ്ങിപ്പോയെന്ന് പറയുമ്പോൾ അവരിലൂടെ കടന്നുപോകുന്ന നിരാശ, അവർ അനുഭവിക്കുന്ന വേദനയും ഒറ്റപ്പെടലും പരാജയമൊക്കെ എത്ര വളരെ വലുതാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം എന്തുമാത്രം പരാജയപ്പെട്ടിട്ടുണ്ട്, തകർന്നും തളർന്നും പോയിട്ടുണ്ട്. ഉദ്ധിതനായ യേശുവിനെ അവിടെയും ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ പരാജയങ്ങളുടെയും നിരാശയുടെയും നടുവിലും എന്നെ തേടി ഉദ്ധിതനായ യേശു എത്തുന്നുണ്ട്. അതുതന്നെയാണ് ഈ നല്ല ദിനം തരുന്ന സൂചന. തിബേരിയസ് ആ തടാകത്തിന്റെ തീരത്ത് യേശു വീണ്ടും എത്തുകയാണ്. അതും ആ രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒരു ചെറുമീൻ പോലും കിട്ടാതെ പോയ പ്രയത്നങ്ങളുടെ ഒടുവിലാണ് ഇത് സംഭവിക്കുന്നത്. യേശുവിന്റെ കടന്നുവരവ്. തീരത്തുനിന്ന് ഒരു മൃദുസ്വരം കേൾക്കുകയാണ്. കുഞ്ഞുങ്ങളെ. അതൊരു വല്ലാത്ത വിളിയാണ്. വിജയതീരങ്ങളില് വന്നു നിൽക്കാനായിട്ട് എത്ര ആളുകളുണ്ടാവും. എന്നാൽ എന്റെ പരാജയത്തിന്റെ നേരത്ത്, വലകളൊക്കെ ശൂന്യമായ നേരത്ത്, ഒന്നും ആർക്കും കൊടുക്കാനില്ലാത്ത നാണക്കേടിന്റെ വേളയിലും വിടാതെ പിന്തുടരുന്ന സജീവ സാന്നിധ്യം ആരാണ്? അത് യേശു മാത്രമാണ്. അതൊന്ന് തിരിച്ചറിയാനായിട്ട് ഈ തിബേരിയസ് കടൽ തീരം അല്ലെങ്കിൽ തടാകതീരവും അവിടെ കരയിൽ കാത്തു നിൽക്കുന്ന ഉദ്ധിതനായ യേശുവും എന്നെ നിർബന്ധിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.